അടുത്ത ഡിസീസാണ് മനുഷ്യനെ ബാധിക്കുന്നത് പ്രോട്ടോസോവൻ. സോ ബാക്ടീരിയൽ കഴിഞ്ഞു, വൈറൽ ഡിസീസ് കഴിഞ്ഞു. മൂന്നാമത്തെ ഡിസീസാണ് പ്രോട്ടോസോവൻ ഡിസീസസ്. പ്രോട്ടോസോവൻ ഡിസീസിൽ ആദ്യത്തെയാണ് മലേറിയ. സോ മലേറിയ നമുക്കൊക്കെ നല്ല സുപരിചിതമായൊരു ഡിസീസാണ്. ബട്ട് അതിൻ്റെ ലൈഫ് സൈക്കിള് അതെങ്ങനെയാണ് ആക്ട് ചെയ്യണതെന്നൊക്കെ നമുക്കൊന്നും കൂടി പഠിക്കാം. സോ മലേറിയയ്ക്ക് കാരണക്കാരായ പാത്തജൻ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ അല്ലെങ്കിൽ ടൈനി ഒരു പ്രോട്ടോസോവൻ, വളരെ ചെറിയൊരു പ്രോട്ടോസോവനാണ് പ്ലാസ്മോഡിയം. സോ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ പ്രോട്ടോസോവയാണ് മലേറിയ എന്ന് പറഞ്ഞ ഡിസീസ് ഉണ്ടാക്കുന്നത്. ഈ പ്ലാസ്മോഡിയത്തിൻ്റെ 3 സ്പീഷീസുകളുണ്ട്. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. പ്ലാസ്മോഡിയം വൈവാക്സ്, പ്ലാസ്മോഡിയം മലേറിയ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഈ 3 സ്പീഷീസും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മലേറിയയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും മെലിഗ്രൻ്റ് ആയിട്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫോം എന്നുള്ളത് മെലിഗ്രൻ്റ് മലേറിയ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് ഫോമുള്ള മലേറിയ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയം ഫാൾസിപ്പാരമാണ് എന്ന പാത്തജനാണ് കോസ് ചെയ്യുന്നത്. സോ ഇതിൽ തന്നെ 3 സ്പീഷീസിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള മെലിഗ്രൻ്റ് ഫോമിലുള്ള മലേറിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. അത് ഭയങ്കര സീരിയസ് ആണ്. അതുമാത്രമല്ല ഒരുപക്ഷെ ഫേറ്റൽ, മരണത്തിലേക്ക് വരെ വഴിതെളിക്കാൻ പറ്റുന്ന ഒരു ഫേറ്റലാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു മെലിഗ്നൻ്റ് ഫോം ഓഫ് മലേറിയയുടെ പാത്തജനാണ് പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം. ഇനി ഇതിൻ്റെ ലൈഫ് സൈക്കിള്, ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 2 ഹോസ്റ്റ് വേണം. സോ ഡൈജനറ്റിക് എന്ന് പറയും. 2 ഹോസ്റ്റിലൂടെ മാത്രമേ ഈ പ്ലാസ്മോഡിയം എന്ന് പറഞ്ഞ പ്രോട്ടോസോവൻ്റെ ലൈഫ് സൈക്കിള് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. സോ ആ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന 2 ഹോസ്റ്റുകളാണ്. ഒന്ന് ഹ്യൂമൻസ്, സോ മനുഷ്യനിലും, പിന്നെ രണ്ടാമത്തേതാണ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. സോ മനുഷ്യനിലും അതുപോലെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലുമാണ് ഈ പറഞ്ഞ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണത്. സോ 2 ഹോസ്റ്റുകൾ ഇതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. സോ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറഞ്ഞത് ഒരു വെക്ടറായിട്ടും കൂടി ഇവിടെ ആക്ട് ചെയ്യണം. സോ ഹോസ്റ്റുമാണ്, അതോടൊപ്പം തന്നെ അതൊരു വെക്ടറുമായിട്ട് കാരിയറായിട്ട് ഈ ഡിസീസിനുള്ള ഒരു കാരിയറായിട്ട് ആക്ട് ചെയ്യണം. സോ പ്ലാസ്മോഡിയം എങ്ങനെയാണ് നമുക്ക് ഈ ഡിസീസ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫസ്റ്റ്, ഈ പ്ലാസ്മോഡിയം മനുഷ്യൻ്റെ ബോഡിയിൽ എത്തുന്നു. പ്ലാസ്മോഡിയത്തിൻ്റെ ഏത് ഫോം ആയിക്കോട്ടെ, വൈവാക്സ് ആയിക്കോട്ടെ, മലേറിയ ആയിക്കോട്ടെ, ഫാൽസിപ്പാരം ആയിക്കോട്ടെ, പ്ലാസ്മോഡിയത്തിൻ്റെ ഏത് സ്പീഷീസ് ആയിക്കോട്ടെ, അത് നമ്മുടെ മനുഷ്യൻ്റെ ബോഡിയിൽ എത്തുമ്പോൾ അതെന്തായിട്ട് മാറുന്നു? സ്പോറോസൈറ്റ്സിൻ്റെ ഫോമിലാണ് മനുഷ്യൻ്റെ ബോഡിയിൽ എത്തുന്നത്. സോ മനുഷ്യനിലേക്ക് കയറുമ്പോൾ പ്ലാസ്മോഡിയത്തിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോമാണ് മനുഷ്യനിൽ കിട്ടുന്നത്. സോ പ്ലാസ്മോഡിയം എൻറ്റേഴ്സ് ദ ഹ്യൂമൻ ബോഡി ആസ് ഏത് ഫോമിലാണ്? സ്പോറോസോയിഡ്സ് എന്ന് പറഞ്ഞ ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളൊരു ഫോമിലാണ് മനുഷ്യനിലേക്ക് ആ പ്ലാസ്മോഡിയത്തിൻ്റെ ഫോം എത്തുന്നത്. അതെങ്ങനെയാണ് എത്തുന്നത്? ത്രൂ ദ ബൈറ്റ് ഓഫ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. ആ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിലൂടെയാണ് മനുഷ്യനിലേക്ക് അതിൻ്റെ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഫോമായ സ്പോറോസൈറ്റ്സ് മനുഷ്യനിലേക്ക് എത്തുന്നത്. സോ അതിനു മുമ്പ് നമ്മുടെ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ അത് ഇൻഫെക്റ്റഡ് ആയിരിക്കണം. സോ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ നിന്ന് മനുഷ്യനിലേക്ക് അതിൻ്റെ ഇൻഫെക്ഷ്യസ് ഫോമാണ് എത്തുന്നത്. ഏത് ഫോമാണ്? സ്പോറോസോയിഡ്സ് എന്ന് പറഞ്ഞ ഫോം. സോ ആ പാരസൈറ്റ് ഈ സ്പോറോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? അത് ബ്ലഡിലൂടെ, ഈ പാരസൈറ്റിൻ്റെ ഫോം ബ്ലഡിലൂടെ ലിവറിലെത്തുന്നു. സോ ബ്ലഡിലൂടെ അത് ലിവറിലേക്ക് എത്തുമ്പോൾ മൾട്ടിപ്ലൈ ഇനീഷ്യലി വിത്തിൻ ദ ലിവർ. സോ ബ്ലഡിലൂടെ അത് ലിവറിലെത്തുന്നു. അത് എന്നിട്ട് ലിവറിൽ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് അതിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ സ്പോറോസൈറ്റ്സിൻ്റെ ഫോം ഇങ്ങനെ എണ്ണം മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആ സ്പോറോസൈറ്റ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എസെക്ഷലിയാണ് സംഭവിക്കുന്നത്. എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഈ സ്പോറോസൈറ്റ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. എവിടെ വെച്ചിട്ട്? മനുഷ്യൻ്റെ ബോഡിയിൽ ലിവർ സെൽസിൽ. ആ മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് എസെക്ഷലി. ഇവർ സ്പോറോസൈറ്റ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ സ്റ്റേജിൻ്റെ പേരാണ് ഷൈസോഗോണി. ഇതിൻ്റെ പേരാണ് ഷൈസോഗോണി. സോ നമ്മുടെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഹ്യൂമൻസിനെ അതിനെ ബൈറ്റ് ചെയ്യുമ്പോൾ, ഹെൽത്തി ആയിട്ടുള്ള ഹ്യൂമനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ ബോഡിക്ക് എത്തുന്ന ഫോം നമ്മൾ പറഞ്ഞു സ്പോറോസോയിറ്റ് എന്ന് പറഞ്ഞ ഫോമിലാണ്. ഈ സ്പോറോസൈറ്റ് എന്ത് ചെയ്യണു? ബ്ലഡിലൂടെ ഈ പാരസൈറ്റിക് ഫോം ഈ പറഞ്ഞ ബ്ലഡിലൂടെ ലിവർ സെൽസിലേക്ക് എത്തുന്നു. സോ ലിവർ സെല്ലിൽ വെച്ചിട്ട് ഈ സ്പോറോസോയിഡ്സ് എസെക്ഷലി മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈ എസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ നടക്കുമ്പോൾ ലിവർ സെല്ലിൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേര് നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഷൈസോഗോണി. എന്നിട്ട് അവർ മൾട്ടിപ്ലൈ ചെയ്ത് സ്പോറോസൈറ്റ്സ് എന്തായിട്ട് മാറുന്നു? മീറോസോയിഡ്സ് ആയിട്ട് മാറുന്നു. സ്പോറോസോയിറ്റുകളൊക്കെ ലിവർ സെൽസിൽ വെച്ച് എന്തായി മാറുന്നു? മീറോസോയിഡ്സ്.
അതെന്ത് മൾട്ടിപ്ലിക്കേഷൻ? എസെക്ഷൽ മൾട്ടിപ്ലിക്കേഷൻ. സോ എസെക്ഷൽ റിപ്രൊഡക്ഷനിലൂടെ അത് സ്പോറോസോയിഡ്സുകളൊക്കെ എന്തായിട്ട് മാറുന്നു? മീറോസോയിഡ്സ് ആയിട്ട് മാറുന്നു. ഇതൊക്കെ ഇപ്പോൾ ഹ്യൂമൻ്റെ ലിവർ സെല്ലിലാണ് നടക്കുന്നത്. അതിനുശേഷം ഈ മീറോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? അറ്റാക്ക് അനദർ ലിവർ സെൽസ് ആൻഡ് RBC. ഈ മീറോസൈറ്റ്സ് പിന്നീട് അവിടെ നിന്ന് വീണ്ടും 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 അടുത്തടുത്ത ലിവർ സെല്ലുകളെയും RBCകളെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. സോ സ്പോറോസോയിഡ്സ് മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഷൈസോഗോണി എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ മീറോസോയിഡ്സ് ആയിട്ട് മാറുകയും ഈ മീറോസോയിഡ്സ് എന്ത് ചെയ്യുന്നു? വീണ്ടും അടുത്ത ലിവർ സെല്ലുകളെയും പിന്നെ വീണ്ടും RBCകളെയും അറ്റാക്ക് ചെയ്യുന്നു, അതായത് ഇൻഫെക്റ്റ് ചെയ്യുന്നു. സോ RBCയിൽ വെച്ചിട്ട് ഈ പാരസൈറ്റുകൾ, ഈ പറഞ്ഞ ഫോമുകൾ വീണ്ടും ഷൈസോഗോണി എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ എസെക്ഷലി വീണ്ടും അവർ മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ടും എന്തായിട്ട് മാറുന്നു? വീണ്ടും ഈ ലിവർ സെല്ലിനെയും RBCനെ അറ്റാക്ക് ചെയ്യുമ്പോൾ RBCയിൽ ചെന്നിട്ടും ഈ പറഞ്ഞ സ്പോറോസൈറ്റ്സുകൾ എന്തായിട്ട് മാറുന്നു? മീറോസോയിറ്റുകളായിട്ട് മാറുന്നു. അവർ എസെക്ഷലി മൾട്ടിപ്ലൈ ചെയ്ത് മീറോസോയിറ്റുകൾ. അപ്പോൾ RBCയിലും ലിവർ സെൽസിലും ഇപ്പോൾ എന്താണ്? ഒരുപാട് മീറോസോയിഡ്സുകളാണുള്ളത്. ഈ മീറോസോയിഡ്സ് റിലീസ്ഡ് ബൈ ബേസ്റ്റിംഗ് RBC. ഈ RBCൻ്റെ റെഡ് ബ്ലഡ് സെൽസിനെ ബേസ്റ്റ് ചെയ്ത് അതിനെ തകർത്തുകൊണ്ട് ഈ മീറോസൈറ്റ്സുകൾ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നു. ബേസ്റ്റ് ചെയ്ത് RBCയിൽ നിന്ന് ബേസ്റ്റ് ചെയ്ത് മീറോസൈറ്റ്സ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ നടക്കുന്ന RBC ബേസ്റ്റ് ചെയ്ത് മീറോസൈറ്റ്സ് പുറത്തു വരുമ്പോൾ ആ ഇതിനെ വിളിക്കുന്ന പേരാണ് എറിത്രോസൈറ്റിക് ഷൈസോഗണി. അതും ഷൈസോഗണി എന്ന് പറഞ്ഞത് ഈ ഫോമിലേക്ക് മാറുന്നു. അത് ബേസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്തു വരുന്നു. ഇത് RBCനെ ബേസ്റ്റ് ചെയ്തുകൊണ്ട് ആ റിലീസ് ചെയ്യുന്ന മീറോസൈറ്റ്സ്. സോ RBCക്കാണ് ബേസ്റ്റിംഗ് നടക്കുന്നത്. അതുകൊണ്ടാണ് എറിത്രോസൈറ്റിക് ഷൈസോഗോണി എന്ന് പറയുന്നത്. ഇത് ഈ സമയത്ത് ഈ RBC ബേസ്റ്റഡ് ആകുമ്പോൾ അപ്പോൾ മീറോസൈറ്റ്സ് പുറത്ത് വരുമ്പോൾ മീറോസോയിഡ്സ് പുറത്ത് വരുമ്പോൾ സംഭവിക്കുന്നത് എന്താ? നല്ല മലേറിയയുടെ ചിൽസ്, നല്ല ഷിവറിങ് ഉണ്ടായിരിക്കും, നല്ല വിറയലുണ്ടാവും. മലേറിയയുടെ ചിൽസും ഫോളോഡ് ബൈ ഹൈ ഫീവർ, നല്ല ഹൈ ഫീവർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നല്ല ഷിവറിങ് ഉണ്ടായിരിക്കും. മലേറിയൽ ചിൽ എന്നാണ് പറയുക. മലേറിയൽ ചിൽസും ഹൈ ഫീവർ ഉണ്ടായിരിക്കും ഓരോ 3 to 4 ഡേയ്സിലും. സോ ഇത് പ്ലാസ്മോഡിയം വൈവാക്സിലാണെങ്കിൽ ഇത് 48 hours ഇടയിലാണ് ആ ഡ്യൂറേഷൻ. അതേസമയം ഇത് ഹൈ ഫീവർ എവറി 3 to 4 ഡേയ്സിലും ഈ പറഞ്ഞ ഹൈ ഫീവറും മലേറിയൽ ചിൽസും വന്നുകൊണ്ടേയിരിക്കും. ഇത് എന്തുകൊണ്ടാണ് ഈ മലേറിയൽ ചിൽസും ഹൈ ഫീവറും വരാൻ കാരണമെന്നുണ്ടെങ്കിൽ റിലീസ് ഓഫ് എ ടോക്സിക് സബ്സ്റ്റൻസ്. ഈ മീറോസോയിഡ്സ് RBCനെ ബേസ്റ്റ് ചെയ്ത് പുറത്തു വരുമ്പോൾ ഒരു ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നുണ്ട്. ആ ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ പേരാണ് ഹീമോസോയിൻ. ആ ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഹീമോസോയിൻ. ഹീമോസോയിൻ പുറത്തേക്ക് വരുമ്പോഴാണ്, ഹീമോസോയിൻ എന്ന് പറഞ്ഞാൽ ആ ടോക്സിക് സബ്സ്റ്റൻസ് റിലീസ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഹൈ മലേറിയൽ ചിൽസും ഹൈ ഫീവറും 3 to 4 hours ഇങ്ങനെ റിക്കറിങ് ആയിട്ട് വന്നുകൊണ്ടേ ഇടവിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ട് റിലീസ് ചെയ്ത മീറോസോയിഡ്സ് RBCയിൽ നിന്ന് ബേസ്റ്റ് ചെയ്ത് വന്ന മീറോസോയിഡ്സ് എന്ത് ചെയ്യുന്നു? ഇൻഫെക്റ്റ് പുതിയ RBCകളെ, ആ ബേസ്റ്റ് ചെയ്ത RBCയിൽ നിന്ന് പുതിയ RBCനെ അത് വീണ്ടും ഇൻഫെക്റ്റ് ചെയ്യുന്നു. വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ പുതിയ RBCയിൽ അത് കയറുന്നു. അവിടുന്ന് RBCനെ ബേസ്റ്റ് ചെയ്യുന്നു. അത് പുറത്തു വരുന്നു. അത് പുറത്തു വരുമ്പോഴൊക്കെ എറിത്രോസൈറ്റിക് ഷൈസോഗണി എന്ന് പറഞ്ഞ ആ ബേസ്റ്റിംഗ് ഓഫ് RBC നടക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് മലേറിയൽ ചിൽസും ഹൈ ഫീവറും 3 to 4 റിക്കറിങ് അവേഴ്സിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. സോ പുതിയ RBCനെ ഇത് അഫക്റ്റ് ചെയ്ത് ആ RBCനെയൊക്കെ ബേസ്റ്റ് ചെയ്ത് ഈ മീറോസോയിഡ്സുകൾ പുറത്തു വരുന്നു. അങ്ങനെ ഈ പുറത്തു വന്നതിൽ ചില മീറോസോയിഡ്സ്, സം ഓഫ് ദ മീറോസൈറ്റ്സ് എന്തായിട്ട് മാറുന്നു? ഡെവലപ്പ് ചെയ്ത് ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. സോ RBCയിൽ നിന്ന് പുറത്ത് വരുന്ന ചില മീറോസൈറ്റ്സ് എന്തായി മാറുന്നു? ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. സോ ചില മീറോസൈറ്റ്സുകളൊക്കെ RBCയിൽ നിന്ന് റെപ്ചർ ചെയ്ത് വരണ ചില മീറോസൈറ്റ്സുകളൊക്കെ എന്തായിട്ട് മാറുന്നോട് പറഞ്ഞു? ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. ചില RBCയിൽ നിന്ന് വരുന്ന മീറോസൈറ്റ്സുകൾ, RBCനെ റെപ്ചർ ചെയ്ത് വരുന്ന മീറോസൈറ്റുകളൊക്കെ ചില മീറോസൈറ്റ്സുകൾ വീണ്ടും അടുത്തടുത്ത RBCകളെ അറ്റാക്ക് ചെയ്യുന്നു, ഇൻഫെക്റ്റ് ചെയ്യുന്നു, വീണ്ടും മീറോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. പക്ഷേ ചില മീറോസൈറ്റ്സ് അവരിൽ കൺവേർട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഗാമറ്റോസൈറ്റ്സുകളായിട്ട് മാറുന്നു. ഇനി ഈ പറഞ്ഞ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, ഇപ്പോൾ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ എന്ന് പറഞ്ഞത് ഒരു ഡിസീസ് ഇല്ലാത്തൊരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഹ്യൂമണിൽ വെച്ചിട്ടാണ് അവരുടെ ലിവർ സെൽസിനെയും RBCനെയും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. സോ ഈ ഇപ്പോൾ ഇൻഫെക്റ്റഡ് ഹ്യൂമൻ ബീങ്സിനെ ഇനി വേറൊരു അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ, വെൻ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ്സ് ആൻഡ് സക്സ് ബ്ലഡ് ഓഫ് എൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ, ഈ ഇൻഫെക്റ്റഡ് പേഴ്സണെ വേറൊരു അനോഫിലസ് മോസ്കിറ്റോ, ഡിസീസ് ഇല്ലാത്ത ഒരു അനോഫിലസ് മോസ്കിറ്റോ ഈ ഹ്യൂമണിനെ ബ്ലഡ് സഖ്യയാണെങ്കിൽ എന്ത് സംഭവിക്കും?
ഈ ഹ്യൂമൻസിലുള്ള ഈ ഫോം അവരുടെ ബോഡിയിലേക്ക് എത്തുന്നു. എവിടെ? ഈ അനോഫിലസ് മോസ്കിറ്റോയിലേക്ക് ഈ ഗാമറ്റോസൈറ്റ്സിനെ കിട്ടുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ ഗാമറ്റോസൈറ്റ്സ് എൻ്റർ ദ സ്റ്റൊമക്ക് ഓഫ് മോസ്കിറ്റോ. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമണിനെ ഇൻഫെക്റ്റഡ് അല്ലാത്ത ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യണു, അല്ലെങ്കിൽ ആ ബ്ലഡ് സക്ക് ചെയ്യാൻ വേണ്ടി ബൈറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിൽ നിന്ന് ആ ഗാമറ്റോസൈറ്റ്സ് ഫോമിലുള്ള ആ ഇതെന്ത് ചെയ്യുന്നു? അത് എൻ്റർ ദ സ്റ്റൊമക്ക് ഓഫ് മോസ്കിറ്റോ. മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നു. ഗാമറ്റോസൈറ്റ്സ് മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്കിലെത്തുന്നു. എന്നിട്ട് അവരുടെ മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്കിൽ വെച്ച് ആ ഗാമറ്റോസൈറ്റ്സ് ഗാമറ്റുകളായിട്ട് മാറുന്നു, ഡെവലപ്പ് ഇൻ ടു ഗാമേറ്റ്. എന്നിട്ട് ആ സ്റ്റൊമക്കിൽ വെച്ചിട്ട് തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റ് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ടായിട്ട് മാറുന്നു. സോ ഗാമറ്റോസൈറ്റ്സ് ഇൻഫെക്റ്റഡ് അല്ലാത്ത ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ബോഡിയിൽ എത്തിക്കഴിയുമ്പോൾ ഈ ഗാമറ്റോസൈറ്റ്സ് മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്കിൽ വെച്ചിട്ട് ഗാമറ്റുകളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അതിൽ മെയിലും ഫീമെയിലും ഗാമറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഈ സൈഗോട്ട് ഈ മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്ക് വോളിലേക്ക് എൻ്റർ ചെയ്യുന്നു. സൈഗോട്ട് എൻ്റർ ഇൻ ടു ദ സ്റ്റൊമക്ക്. മോസ്കിറ്റോൻ്റെ സ്റ്റൊമക്ക് വോളിലേക്ക് സൈഗോട്ട് എൻ്റർ ചെയ്ത് എന്തായിട്ട് മാറുന്നു? സ്പോറോസോയിഡ്സ് ആയിട്ട് മാറുന്നു. അതിൻ്റെ സ്ട്രക്ചർ മാറുന്നു. സൈഗോട്ട് എൻ്റർ ചെയ്ത് സ്റ്റൊമക്ക് വോളിലെത്തി അതെന്തായി മാറുന്നു? സ്പോറോസോ. സോ ഇവിടെ എത്തിയത് ഗാമറ്റോസൈറ്റ്സുകളായിട്ടായിരുന്നു. എന്നിട്ട് അത് ഗാമറ്റായി മാറി, മെയിലും ഫീമെയിലും ഗാമറ്റും കമ്പൈൻ ചെയ്ത് സൈഗോട്ടായി മാറി. ഈ സൈഗോട്ട് എന്തായി മാറുന്നു? സ്റ്റൊമക്ക് വോളിലേക്ക് എൻ്റർ ചെയ്തിട്ട് സ്പോറോസോയിറ്റ്, നമ്മൾ പറഞ്ഞ ഇൻഫെക്ഷ്യസ് ഫോമായിട്ട് മാറുന്നു. ഈ സ്പോറോസോയിറ്റ്സ് ഈ ഇവരുടെ സ്റ്റൊമക്ക് വോളിൽ വെച്ച് ഫോം ചെയ്യുന്നതിൻ്റെ പ്രോസസ്സിൻ്റെ പേരാണ് സ്പോറോഗോണി. ഇതിൻ്റെ പേരാണ് സ്പോറോഗോണി. ഈ സ്പോറോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു? സം ഓഫ് ദ സ്പോർ ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ബോഡിയിൽ ഇപ്പോൾ സ്റ്റൊമക്ക് വോളിലുള്ള സ്പോറോസൈറ്റ്സുകൾ എന്ത് ചെയ്തു? ചില സ്പോറോസൈറ്റ്സ് ട്രാൻസ്പോർട്ടഡ് ആൻഡ് സ്റ്റോർഡ് ഇൻ സലൈവറി ഗ്ലാൻഡ് ഓഫ് മോസ്കിറ്റോ. ആ മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യലും ആ സലൈവറി ഗ്ലാൻഡിലെ മോസ്കിറ്റോൻ്റെ സലൈവറിയിൽ സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന് എന്താണ്? ഇൻഫെക്റ്റഡ് ആണ്. അതിൽ സ്പോറോസൈറ്റ് ഫോമിൽ സലൈവറി ഗ്ലാൻഡിൽ അതിൻ്റെ ഫീമെയിൽ മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിൽ ഇപ്പോൾ അത് സ്റ്റോർഡ് ആണ് ആ ഇൻഫെക്ഷ്യസ് ഫോം. ഇനി ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഒരു ഹെൽത്തി പേഴ്സണെ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? വെൻ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോ, ഇപ്പോൾ ഈ മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആണ്, ഈ മോസ്കിറ്റോ സക്സ് എ ബ്ലഡ് ഓഫ് എ ഹെൽത്തി പേഴ്സൺ, ഒരു ഹെൽത്തി ഹ്യൂമണിനെ സക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബൈറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ സലൈവറി ഗ്ലാൻഡിലുള്ള സ്പോറോസൈറ്റ്സ് റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്, ആ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു ത്രൂ സലൈവ ഓഫ് മോസ്കിറ്റോ. ഇപ്പോൾ അതെവിടെ? ആ സ്പോറോസൈറ്റ്സ് വീണ്ടും അത് അടുത്ത മനുഷ്യനിലേക്ക്, അൺഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മനുഷ്യനിലേക്ക് ഈ സ്പോറോസൈറ്റ്സ് ബ്ലഡ് വഴി സലൈവയിലൂടെ എത്തുന്നു. വീണ്ടും ഈ മനുഷ്യനിൽ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. മനുഷ്യനിലെത്തിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ഈ സ്പോറോസൈറ്റ്സ് എന്തായിട്ട് മാറുന്നു? അത് മീറോസൈറ്റ്സ് ആയിട്ട് മാറുന്നു. RBCനെ എഫക്റ്റ് ചെയ്യുന്നു, ലിവർ സെൽസിനെ എഫക്റ്റ് ചെയ്യുന്നു, എസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നു. എന്നിട്ടാണ് അതിൽ ചിലത് മീറോസൈറ്റ്സ് ആയിട്ട് മാറിയിട്ടുള്ള ആ മീറോസൈറ്റ്സ് ഗാമറ്റോസൈറ്റ്സ് ആയിട്ട് മാറുന്നത്. സോ ഈ സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ഈ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിൾ 2 ഹോസ്റ്റുകളിൽ വെച്ച് നടക്കുന്നു. ഒന്ന് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ, 2 നമ്മുടെ ഹ്യൂമൺ. സോ പ്ലാസ്മോഡിയത്തിൻ്റെ ലൈഫ് സൈക്കിളാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇത് ഹ്യൂമൻസിനെ ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യണം. സോ വെൻ ദ മോസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൺ, ആ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആണ്. സോ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഹ്യൂമണിനെ ബൈറ്റ് ചെയ്യുന്നു. സോ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ നിന്ന് സ്പോറോസോയിഡ്സ് ഹ്യൂമൻ ബീയിലേക്ക് എത്തുന്നു. ഇതാണ് സംഭവിക്കുന്നത്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ നിന്ന് സ്പോറോസോയിഡ്സ് എന്ന ഫോമിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള പാരസൈറ്റുകൾ പ്ലാസ്മോഡിയത്തിൻ്റെ ഹ്യൂമൻ ബീയിലേക്ക് എത്തുന്നു. സോ വെൻ ദ മോസ്കിറ്റോ ബൈറ്റ്സ് അനദർ ഹ്യൂമൺ, സ്പോറോസോയിഡ്സ് ഫ്രം ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോയിൽ നിന്ന് സ്പോറോസൈറ്റ് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ആ ഫോം ഹ്യൂമൻ ബീയിലേക്ക് എത്തുന്നു. ഹ്യൂമൻ ബീയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹ്യൂമണിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പാരസൈറ്റുകൾ, അതായത് സ്പോറോസൈറ്റ്, ഹൈലി ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള സ്പോറോസൈറ്റ്സുകൾ എവിടുന്ന് റീച്ച് ദ ലിവർ, ബ്ലഡിലൂടെ ഈ മനുഷ്യനിലെ ഹ്യൂമണിൽ ലിവറിലെത്തുന്നു. ഏത് ഫോമിലാണ്? ഇപ്പോൾ സ്പോറോസോയിഡ്സ് ഫോമിൽ ബ്ലഡിലൂടെ ലിവറിലെത്തുന്നു. അത് കഴിഞ്ഞിട്ട് അതെന്ത് ചെയ്യുന്നു? ഈ പാരസൈറ്റുകൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ലിവർ സെൽസിൽ വെച്ചിട്ട് ഈ സ്പോറോസൈറ്റ്സുകൾ എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അത് RBCയിലേക്ക് കയറുന്നു. അതുപോലെ ഈ സെല്ലുകളെയൊക്കെ ബേസ്റ്റ് ചെയ്യുന്നു, ബേസ്റ്റിംഗ് ദ സെൽ ആൻഡ് റിലീസിങ് ഇൻ ടു ദ ബ്ലഡ്.
ഈ സെല്ലിനെയൊക്കെ ബേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ബ്ലഡിലേക്ക് ഈ സ്പോറോസൈറ്റ്സുകൾ തിരിച്ചു പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏത് ഫോമിലാണ്, മീറോസൈറ്റ്സ് ഫോമിലാണ് പോകുന്നത്. സോ സ്പോറോസൈറ്റ്സുകൾ ലിവർ സെല്ലിനെ ബ്ലഡിലൂടെ ലിവർ സെല്ലിലേക്ക് എത്തുന്നു. അവിടെ എത്തി സ്പോറോസൈറ്റ്സുകൾ നമ്മുടെ ലിവർ സെല്ലിൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എസെക്ഷൽ മോഡിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യുന്നു ബ്ലഡിലേക്ക്. ആ സെല്ലിൽ നിന്ന് ബേസ്റ്റ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തുന്നു, റിലീസിങ് ഇൻ ടു ദ ബ്ലഡ്. പിന്നെ എവിടെ എത്തുന്നു, പാരസൈറ്റ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ആ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞ് ബ്ലഡിൽ വെച്ചിട്ട് വീണ്ടും ഈ പറഞ്ഞ സ്പോറോസൈറ്റ്സ് എന്ത് ചെയ്യുന്നു, എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. പാരസൈറ്റ്സ് റീപ്രൊഡ്യൂസ് എസെക്ഷലി ഇൻ റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് RBCയിൽ നിന്നും അത് പുറത്തേക്ക് കിടക്കുന്നു. RBCനെ ബേസ്റ്റ് ചെയ്തിട്ട് ആ ഫോമുകൾ പുറത്തേക്ക് കിടക്കുന്നു. എന്നിട്ട് ആ സൈക്കിൾ ഓരോ വട്ടവും ഇത് RBCനെയും ഈ പറഞ്ഞ ലിവർ സെൽസിനെയും വീണ്ടും വീണ്ടും അത് ഇൻഫെക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ഓരോ വട്ടം അത് RBCനെ ബൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ RBCനെ ബേസ്റ്റ് ചെയ്ത് പുറത്തെത്തുമ്പോൾ അവിടെ നല്ല ഹൈ ഫീവർ വരുന്നു, ചിൽ വരുന്നു, മലേറിയൽ സിംറ്റംസ് ഒക്കെ വരുന്നു. സോ റിലീസ് ചെയ്ത പാരസൈറ്റുകൾ പുതിയ പുതിയ RBCകളെയും പുതിയ പുതിയ ലിവർ സെൽസുകളെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മോർ ആൻഡ് മോർ RBCകളെ ഇത് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഫോം ചെയ്ത ആ മീറോസൈറ്റ്സുകളാണ്. ആ മീറോസൈറ്റുകളാണ് ഈ പറഞ്ഞ RBCനെ വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്യുന്നത്. സോ ഈ മീറോസൈറ്റ്സുകളിൽ കുറച്ച് പേര് എന്തായിട്ട് മാറുന്നു, ഗാമറ്റോസൈറ്റ്സുകളായിട്ട് മാറുന്നു, സെക്ഷൽ സ്റ്റേജുകളായിട്ട് മാറുന്നു. സോ ഈ ലിവർ സെൽസിൽ വെച്ചും നമ്മുടെ RBCയിൽ വെച്ചിട്ടും അതിൻ്റെ എസെക്ഷൽ സ്റ്റേജാണ് നടന്നതെന്ന് വെച്ചാൽ പിന്നീട് ആ ഗാമറ്റോ ഉണ്ടായ ആ പാരസൈറ്റിൻ്റെ എസെക്ഷൽ ഫോമുകൾ, മീറോസൈറ്റ് ഫോമുകൾ എന്തായിട്ട് മാറുന്നു, ചില മീറോസൈറ്റുകൾ നമ്മൾ പറഞ്ഞു ഗാമറ്റോസൈറ്റുകൾ, മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു. RBCയിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പോൾ മനുഷ്യൻ്റെ ബ്ലഡിനെ, ഹ്യൂമൻ ബീയിങ്ങിൻ്റെ ബ്ലഡിനെ വേറൊരു ഫീമെയിൽ മോസ്കിറ്റോ, അനോഫിലസ് മോസ്കിറ്റോ ബൈറ്റ് ചെയ്യാൻ ഇടവരികയാണെങ്കിൽ സോ ഫീമെയിൽ മോസ്കിറ്റോൻ്റെ ഉള്ളിലേക്ക് ഈ ഗാമറ്റോസൈറ്റ്സുകൾ കയറുന്നു, അവരുടെ സ്റ്റൊമക്കിലേക്കാണ് കയറുന്നത്. സോ ഈ മെയിൽ ഗാമറ്റോസൈറ്റുകൾ ഫീമെയിൽ മോസ്കിറ്റോ ടേക്സ് അപ്പ്, ഫീമെയിൽ മോസ്കിറ്റോ ഈ ഗാമറ്റോസൈറ്റുകളെ ആ ബ്ലഡ് സക്ക് ചെയ്യുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് ബ്ലഡ് മീലായിട്ട് ഈ ഗാമറ്റോസൈറ്റുകളെ ഇൻഫെക്റ്റഡ് ഹ്യൂമനിൽ നിന്ന് ഈ ഫീമെയിൽ മോസ്കിറ്റോയിലേക്ക് ഈ ഗാമറ്റോസൈറ്റുകൾ കിട്ടുന്നു. അങ്ങനെ അതിൻ്റെ സ്റ്റൊമക്കിൽ പോകുന്നു. ഫീമെയിൽ അനോഫിലസിൻ്റെ സ്റ്റൊമക്കിൽ പോയിട്ട് അത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകളായി മാറുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. സോ ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ഇൻ മോസ്കിറ്റോസ് ഇൻഡസ്റ്റൈനിൽ വെച്ച് നടക്കുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വോളിലേക്ക് നീങ്ങുന്നു. സോ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റുകൾ സൈഗോട്ടായി മാറുന്നു. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും സ്പോറോസൈറ്റ് ഫോമിലേക്കായിട്ട് മാറുന്നു. സോ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോൻ്റെ ബോഡിയിൽ വെച്ച് വീണ്ടും അത് ആ പറഞ്ഞ സൈഗോട്ട് സ്പോറോസോയിറ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ആ സ്പോറോസൈറ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. മെച്ചുർ ഇൻഫെക്റ്റീവ് സ്റ്റേജ്, അതായത് സ്പോറോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫെക്റ്റീവ് ഫോമാണ്. അതെന്ത് ചെയ്യുന്നു, ഇൻഡസ്റ്റൈനിൽ നിന്ന് അവിടെ നിന്ന് മാറി മൈഗ്രേറ്റ് ചെയ്ത് മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിലേക്ക് വരുന്നു. ട്രാൻസ്പോർട്ട് ചെയ്യാൻ സലൈവറി ഗ്ലാൻഡിൽ സ്റ്റോർഡ് ആവുന്നു. ഇപ്പോൾ ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് ആണ്. ഇനി ഈ ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വീണ്ടും ഒരു ഹെൽത്തി മാനിനെ ബൈറ്റ് ചെയ്യാനിടയായാൽ ഇവരുടെ സലൈവറി ഗ്ലാൻഡിലുള്ള ഈ സ്പോറോസൈറ്റ് ഹെൽത്തി ഹ്യൂമൻ ബോഡിയിലേക്ക് പോകുന്നു. ഹെൽത്തി ഹ്യൂമൻ ബോഡിയിൽ നിന്ന് ലിവർ സെല്ലിലേക്ക് പോകുന്നു ബ്ലഡ് വഴി. ലിവർ സെല്ലിൽ വെച്ച് അത് ആ സ്പോറോസൈറ്റ്സുകൾ ബ്ലഡിലേക്ക് എത്തുന്നു. ആ ലിവർ സെൽസിൽ വെച്ച് അത് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ നിന്ന് ബേസ്റ്റ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തുന്നു. ബ്ലഡിൽ വീണ്ടും അത് എസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നു, മീറോസോയിറ്റുകളായിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് ആ മീറോസോയിറ്റുകൾ ഓരോ വട്ടം ഇതിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ RBC റെപ്ചർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ആ റെപ്ചർ ചെയ്ത് പോകുന്ന മീറോസൈറ്റുകൾ കുറച്ച് പേര് വീണ്ടും ഗാമറ്റോസൈറ്റുകളായിട്ട് മാറുന്നു. ഈ ഗാമറ്റോസൈറ്റുകൾ മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമറ്റോസൈറ്റുകൾ RBCയിൽ ഉള്ള ഹ്യൂമൻ ബീങ്ങിനെ വീണ്ടും വേറൊരു ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഇൻഫെക്റ്റഡ് അല്ലാത്തത് ബൈറ്റ് ചെയ്യുമ്പോൾ ഈ ഗാമറ്റോസൈറ്റിനെ ഫീമെയിൽ മോസ്കിറ്റോൻ്റെ ബോഡിയിലെത്തുന്നു. അത് അവരുടെ ബോഡിയിൽ സ്റ്റൊമക്കിലെത്തി ഗാമറ്റോസൈറ്റുകൾ ഗാമറ്റുകളായിട്ട് മാറുന്നു. ഗാമറ്റുകൾ ഫ്യൂസ് ചെയ്ത് സൈഗോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ആ സൈഗോട്ട് വീണ്ടും സ്പോറോസൈറ്റായിട്ട് മാറി ഇൻഡസ്റ്റൈനിൽ നിന്ന് അത് വീണ്ടും സലൈവറി ഗ്ലാൻഡ്, മോസ്കിറ്റോൻ്റെ സലൈവറി ഗ്ലാൻഡിൽ സ്റ്റോർഡ് ആവുന്നു, ട്രാൻസ്പോർട്ട് ആവുന്നു. വീണ്ടും അത് ഈ ഹിസ്റ്ററി തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് സോ ഹ്യൂമൻ ബീയിങ്ങിലും അതുപോലെ ഈ പറഞ്ഞ മോസ്കിറ്റോയിലുമാണ് ഇതിൻ്റെ രണ്ട് സൈക്കിൾ. സോ മോസ്കിറ്റോ ഹോസ്റ്റിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളാണ് ഗാമറ്റോസൈറ്റ്, ഗാമറ്റ് ഫോമേഷൻ, ഫെർട്ടിലൈസേഷൻ, അത് കഴിഞ്ഞിട്ട് അത് സ്പോറോസൈറ്റ് ആവണത് വരെ ഫീമെയിൽ മോസ്കിറ്റോയിലാണ് സംഭവിക്കുന്നത്. വെച്ചാൽ ഈ സ്പോറോസൈറ്റ് അതെന്തായിട്ട് മാറുന്നു, അത് എസെക്ഷൽ സ്റ്റേജിലൂടെ മീറോസൈറ്റായിട്ട് മാറി ഗാമറ്റോസൈറ്റായിട്ട് മാറുന്നു മുഴുവൻ ഹ്യൂമണിലാണ് നടക്കുന്നത്. സോ ഇത്രയും പാർട്ട് ഹ്യൂമണാണ് ഹോസ്റ്റ്, ഇത്രയും പാർട്ട് മോസ്കിറ്റോയിലാണ്. സോ രണ്ട് ഹോസ്റ്റിൽ വെച്ചിട്ടാണ് ഈ പ്ലാസ്മോഡിയം പാരസൈറ്റിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്.